മലപ്പുറം ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത 30 സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കളക്ടർ. വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റുക. ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ വി.ആർ. വിനോദാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, PWD ബിൽഡിംഗ്സ് തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ, കരിങ്കൽ ക്വാറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്തു നടപടിയാണ് സ്വീകരിച്ചതെന്ന TV ഇബ്രാഹിം MLAയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇവയെല്ലാം വാല്യുവേഷൻ, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി 30 ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് അതാത് തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായി കളക്ടർ അറിയിച്ചു. ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി 1 മിനിറ്റ് മൗനമാചരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. യോഗത്തിൽ 2 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിനായി ചെലവഴിക്കേണ്ട CRF ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് TV ഇബ്രാഹിം MLA അവതരിപ്പിച്ചത്. ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ നിർദ്ദേശങ്ങൾ ഉന്നയിക്കുകയും അവ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ ഫണ്ട് എയർപോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും അതിനുവേണ്ട പ്രപ്പോസലുകൾക്ക് അംഗീകാരം നൽകണമെന്നുമുള്ള പ്രമേയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ജില്ലയിൽ കോവിഡ് കാലത്തോടനുബന്ധിച്ച് MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4 കോടി രൂപ വീതം ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിലും 2 സ്ഥലത്ത് ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുന്ന പദ്ധതിയിൽ 7 ഇടങ്ങളിൽ നിർമ്മാണം പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വികസന സമിതി യോഗത്തിൽ MLAമാരായ TV ഇബ്രാഹിം, കുറുക്കോളി മൊയ്തീൻ, P. അബ്ദുൽ ഹമീദ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, P. ഉബൈദുള്ള, MP. അബ്ദുൽ സമദ് സംദാനിയുടെ പ്രതിനിധി, KPM മജീദ് MLAയുടെ പ്രതിനിധി, ADM NM മെഹറലി, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം.